Welcome to Patriot Review. അങ്ങനെ മക്കളെ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ പേട്രിയറ്റ് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ജസ്റ്റ് ഇപ്പോൾ കണ്ട് ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ. 3 മണിക്കൂറാണ് പടം. പടത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. വേറൊരു ജോണറിൽ പെട്ട ഒരു സ്റ്റോറിയാണ്. നമുക്ക് ട്രെയിലർ കണ്ട ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. മമ്മൂക്കയുടെ എൻ്റർലി മമ്മൂക്ക മാത്രമാണ് ഈ പടത്തിൽ ലാലേട്ടൻ വന്ന് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാണാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്യാരക്ടർ വൈസ് എനിക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സോ കാണാൻ ആഗ്രഹമുള്ളവരും ഒട്ടും മടിക്കേണ്ട, ടിക്കറ്റ് എടുത്ത് കണ്ടോ. അടിപൊളി പടമാണ്. 3 മണിക്കൂറാണ് ഈ പടം ഉള്ളത്. എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആണ്. പിന്നെ അതിൽ മ്യൂസിക് കാര്യങ്ങളും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് പടം. പിന്നെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു കട്ട ലാലേട്ട ഫാനാണ്. അപ്പം ഞാൻ ഒരു ഹാഫ് ആൻ അവർ, ഒരു 3/4 മണിക്കൂറൊക്കെ ലാലേട്ടൻ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പിന്നെ ഇതൊരു മമ്മൂക്കയുടെ പടമാണ്. മമ്മൂക്കയുടെ പടം തന്നെ പറയാം. എൻ്റർടൈൻമെൻറ്റിനെക്കാട്ട് കൂടുതൽ നമുക്കതൊരു സോഷ്യൽ ഒരു മെസ്സേജ് തരുന്നുണ്ട് ഈ ഒരു പടം. പിന്നെ പിള്ളേർക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നേരിടാം മേ ബി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഈ കഥ ബേസ് ചെയ്ത്. പിന്നെ ലുക്സിനെ പറ്റി പറയുകയാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും കിഡുമാണ് ലുക്ക്. ഒരു എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് രണ്ടുപേർക്കുള്ളത്. പിന്നെ മമ്മൂക്കയാണ് കേട്ടോ ഫുൾ ഫിലിം മുഴുവൻ മമ്മൂട്ടിയുടെ പടം തന്നെയാണ്. ലാലേട്ടൻ ഗസ്റ്റ് റോളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു കുറേ കാലത്തിന് ശേഷം ലാലേട്ടനും മമ്മൂക്കിനെയൊക്കെ ഒരുമിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. 2020 ശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു ഫീൽ കിട്ടുന്നത്. പക്ഷേ അധികം കൊണ്ടുപോകാൻ ഇതിൽ പറ്റിയിട്ടില്ല. മേ ബി സ്റ്റോറിയുടെ ലൈൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ ഫഹദ് ഫാസിലാണ്. തകർത്തിട്ടുണ്ട്. പിന്നെ കുച്ചാക്കോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നയൻതാരേനെ ഇതിലോട്ട് കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നയൻതാരയ്ക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. 5-10 മിനിറ്റ് സംഭവം 1-2 ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. വർത്താൻ തോന്നിയില്ല. വേറെ ഏത് ക്യാരക്ടർ ആയാലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ലാലേട്ടൻ ആരാധകരെ കുറച്ച് നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ ഫാൻസിനൊക്കെ അടിപൊളിയാണ് ഈ പടം. ഇതൊരു 100 കോടി ക്ലബ്ബിലൊക്കെ കയറാൻ പറ്റട്ടെ. അടിപൊളിയാണ് കേട്ടോ മേക്കിംഗ് ഒക്കെ. അപ്പം എല്ലാം കൂടെ വർത്തുണ്ട്. പിന്നെ ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള മികവ് ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ ആക്ഷൻ സീക്വൻസസ് ഒരുപാടുണ്ട്. മമ്മൂക്കയുടെ ആണ് കൂടുതൽ, ലാലേട്ടൻ്റെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അത് അടിപൊളി ലാലേട്ടൻ നമുക്കറിയാം, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഹാൻഡിക്യാപ്റ്റായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സ്കിൽ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ആക്ഷൻ സീക്വൻസിലാണെങ്കിലും അതൊന്നും ഒരു കാര്യമേ അല്ല. സോ ധൈര്യമായിട്ട് ടിക്കറ്റ് കിട്ടും, എൻ്റെ ഗ്യാരണ്ടി.